Dear aspirants, CTET Mathematics Number System എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Importance of number system for CTET exam. The number system is a highly important topic for the CTET Mathematics section, especially for paper 1 classes 1 to 5 and paper 2 classes 6 to 8. നമ്പർ സിസ്റ്റം CTET മാത്തമാറ്റിക്സ് വിഭാഗത്തിന്, പ്രത്യേകിച്ച് പേപ്പർ 1 ക്ലാസ്സസ് 1 to 5നും പേപ്പർ 2 ക്ലാസ്സസ് 6 to 8നും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. It forms the foundation of all mathematical concepts taught in primary and upper primary schools. പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ ഗണിത ആശയങ്ങളുടെയും അടിസ്ഥാനം ഇതാണ്. You can expect direct questions on the definitions of different types of numbers, such as rational, irrational, prime, and composite numbers. റാഷണൽ, ഇറാഷണൽ, പ്രൈം, കോമ്പോസിറ്റ് സംഖ്യകൾ എന്നിങ്ങനെയുള്ള വിവിധതരം സംഖ്യകളുടെ നിർവചനങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Problems related to simplification using the Viebod-Mayes rule are a guaranteed part of the paper, testing your accuracy and speed. VBOD-MAS നിയമം ഉപയോഗിച്ചുള്ള ലഘൂകരണവുമായി സിംപ്ലിഫിക്കേഷൻ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരീക്ഷയിൽ ഉറപ്പായും ഉണ്ടാകും. ഇത് നിങ്ങളുടെ കൃത്യതയും വേഗതയും പരിശോധിക്കുന്നതാണ്. Questions on comparing and arranging fractions, ascending or descending order, are common, often checking your understanding of the cross multiplication method or decimal conversion. ഭിന്നസംഖ്യകൾ താരതമ്യം ചെയ്യുന്നതും ആരോഹണ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുന്നതുമായ ചോദ്യങ്ങൾ സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിലോ ഡെസിമൽ പരിവർത്തനത്തിലോ ഉള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കുന്നു. Overall, mastering the number system ensures you cover a significant weightage of marks and builds necessary conceptual clarity for other advanced topics. മൊത്തത്തിൽ നമ്പർ സിസ്റ്റം നന്നായി പഠിക്കുന്നത് നിങ്ങൾക്ക് ഗണ്യമായ മാർക്കുകൾ നേടാൻ സഹായിക്കുകയും മറ്റ് കൂടുതൽ സങ്കീർണമായ വിഷയങ്ങൾക്കായി ആവശ്യമായ ആശയപരമായ വ്യക്തത നൽകുകയും ചെയ്യും. CTET Mathematics Number System സംഖ്യാ സമ്പ്രദായം. Hello everyone, welcome to our CTET Mathematics Prep Series. എല്ലാവർക്കും നമസ്കാരം. CTET ഗണിതശാസ്ത്ര തയ്യാറെടുപ്പ് പരമ്പരയിലേക്ക് സ്വാഗതം. Today we are starting with a very fundamental and important topic, the number system. ഇന്ന് നമ്മൾ വളരെ അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയം ആരംഭിക്കുകയാണ്, സംഖ്യാസമ്പ്രദായം. Quantitative aptitude deals mainly with the different topics in arithmetic, which is the science which deals with the relations of numbers to one another. പരിമാണപരമായ അഭിരുചി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് അംഗഗണിതത്തിലെ വിവിധ വിഷയങ്ങളെയാണ്. അത് സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. It includes all the methods that are applicable to numbers. സംഖ്യകൾക്ക് ബാധകമായ എല്ലാ രീതികളും ഇതിൽ ഉൾപ്പെടുന്നു. Digits and numbers, അക്കങ്ങളും സംഖ്യകളും. Numbers are expressed by means of figures. സംഖ്യകൾ പ്രകടിപ്പിക്കുന്നത് അക്കങ്ങൾ ഉപയോഗിച്ചാണ്. 1, 2, 3, 4, 5, 6, 7, 8, and 9. 0 is also called a digit. പൂജ്യത്തെയും ഒരു അക്കം എന്ന് വിളിക്കുന്നു. Out of these, 0 is called an insignificant digit, whereas the others are called significant digits. ഇവയിൽ പൂജ്യത്തെ പ്രാധാന്യമില്ലാത്ത അക്കം ഇൻസിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്നും മറ്റുള്ളവയെ പ്രാധാന്യമുള്ള അക്കങ്ങൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്നും വിളിക്കുന്നു. Now let's look at what a number is. ഇനി എന്താണ് ഒരു സംഖ്യ, നമ്പർ എന്ന് നോക്കാം. A group of figures representing a number is called a numeral. ഒരു സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം അക്കങ്ങളെയാണ് അക്കസംഖ്യ, ന്യൂമറൽ എന്ന് വിളിക്കുന്നത്. Numbers are divided into the following types. സംഖ്യകളെ താഴെ പറയുന്ന ഇനങ്ങളായി തിരിച്ചിരിക്കുന്നു. Types of numbers, സംഖ്യകളുടെ ഇനങ്ങൾ. 1. Natural numbers, എണ്ണൽ സംഖ്യകൾ. Numbers which we use for counting the objects are known as natural numbers. വസ്തുക്കൾ എണ്ണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. They are denoted by n. അവയെ n എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. n സമം 1, 2, 3, 4, etc. ഇവയാണ് എണ്ണൽ സംഖ്യകൾ. 2. Whole numbers, പൂർണ്ണ സംഖ്യകൾ. When we include 0 in the natural numbers, it is known as whole numbers. എണ്ണൽ സംഖ്യകളിൽ 0 കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിനെ പൂർണ്ണ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. They are denoted by w. അവയെ w എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. w സമം 0, 1, 2, 3, 4, 5, etc. ഇവയാണ് പൂർണ്ണ സംഖ്യകൾ. 3. Prime numbers, പ്രധാന സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ. A number other than 1 is called a prime number if it is divisible only by 1 and itself. ഒന്ന് അല്ലാത്ത ഒരു സംഖ്യ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനെ പ്രധാന സംഖ്യ അഥവാ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കുന്നു. How to test for a prime number? പ്രധാന സംഖ്യയാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം?
To test whether a given number is a prime number or not, here is a simple method. നൽകിയിട്ടുള്ള ഒരു സംഖ്യ പ്രധാന സംഖ്യയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ലളിതമായ ഒരു രീതി ഇതാ. If you want to test whether any number is a prime number or not, take an integer larger than the approximate square root of that number. ഏതെങ്കിലും ഒരു സംഖ്യ പ്രധാന സംഖ്യയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സംഖ്യയുടെ ഏകദേശ വർഗ്ഗമൂലത്തേക്കാൾ വലിയൊരു പൂർണ്ണസംഖ്യ എടുക്കുക. Let it be x. ആ സംഖ്യയെ നമുക്ക് x എന്ന് വിളിക്കാം. Test the divisibility of the given number by every prime number less than x. നൽകിയിട്ടുള്ള സംഖ്യയെ എക്സിനേക്കാൾ ചെറിയ എല്ലാ പ്രധാന സംഖ്യകൾ കൊണ്ടും ഹരിച്ചു നോക്കുക. If it is not divisible by any of them, then it is a prime number. Otherwise, it is a composite number other than prime. അവയിൽ ഒന്നുകൊണ്ടും ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പ്രധാന സംഖ്യയാണ്. അല്ലാത്തപക്ഷം അതൊരു സംയുക്ത സംഖ്യ, കമ്പോസിറ്റ് നമ്പർ, പ്രധാന സംഖ്യ അല്ലാത്തതായിരിക്കും. Example. Let's try an example together. Is 349 a prime number? നമുക്കൊരു ഉദാഹരണം ഒരുമിച്ച് നോക്കാം. 349 ഒരു പ്രധാന സംഖ്യയാണോ? Solution. The square root of 349 is approximately 19. 349ന്റെ വർഗ്ഗമൂലം ഏകദേശം 19 ആണ്. The prime numbers less than 19 are 19നേക്കാൾ ചെറിയ പ്രധാന സംഖ്യകൾ 2, 3, 5, 7, 11, 13, 17 എന്നിവയാണ്. Clearly, 349 is not divisible by any of them. വ്യക്തമായി 349നെ ഇവയിൽ ഒന്നുകൊണ്ടും ഹരിക്കാൻ സാധിക്കുന്നില്ല. Therefore, 349 is a prime number. അതുകൊണ്ട് 349 ഒരു പ്രധാന സംഖ്യയാണ്. Let's explore the remaining types of numbers. നമുക്ക് സംഖ്യകളുടെ ബാക്കിയുള്ള ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Composite numbers, സംയുക്ത സംഖ്യകൾ. A number other than 1 which is not a prime number is called a composite number. 1 അല്ലാത്തതും പ്രധാന സംഖ്യ അല്ലാത്തതുമായ ഒരു സംഖ്യയെ സംയുക്ത സംഖ്യ എന്ന് വിളിക്കുന്നു. Example 4, 6, 8, 9, 12, 14 dots and so on. Even numbers ഇരട്ട സംഖ്യകൾ. The number which is divisible by 2 is known as an even number. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നു. Example 2, 4, 8, 12, 24, 28 dots and so on. It is also of the form 2n, where $n സമം $whole number. ഇതിനെ 2n എന്ന രൂപത്തിലും എഴുതാം. of n എന്നത് ഒരു പൂർണ്ണ സംഖ്യയായിരിക്കണം. Odd number, ഒറ്റ സംഖ്യകൾ. The number which is not divisible by 2 is known as an odd number. 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യയെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നു. Example 3, 9, 11, 17, 19 dots and so on. Consecutive number, തുടർച്ചയായ സംഖ്യകൾ. A series of numbers in which each is greater than that which precedes it be 1 is called a series of consecutive numbers. ഒരു സംഖ്യാശ്രേണിയിൽ അതിലെ ഓരോ സംഖ്യയും അതിന്റെ മുൻപുള്ള സംഖ്യയേക്കാൾ 1 കൂടുതലാണെങ്കിൽ അതിനെ തുടർച്ചയായ സംഖ്യകളുടെ ശ്രേണി എന്ന് വിളിക്കുന്നു. Example 6, 7, 8 or 13, 14, 15, 16 or 101, 102, 103, 104. Integers, പൂർണ്ണാംഗങ്ങൾ. The set of numbers which consists of whole numbers and negative numbers is known as a set of integers. പൂർണ്ണസംഖ്യകളും ഋണസംഖ്യകളും ഉൾപ്പെടുന്ന സംഖ്യാഗണത്തെ പൂർണ്ണാംഗങ്ങളുടെ ഗണം എന്ന് പറയുന്നു. It is denoted by I dot. ഇതിനെ I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. Example I equals dots -4, -3, -2, -1, 0, 1, 2, 3 dots. Rational number, ഭിന്നക സംഖ്യ. When the numbers are written in fraction, they are known as rational numbers. സംഖ്യകളെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ അവയെ ഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നു. They are denoted by Q. ഇവയെ Q എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. Example, frac 1, 2, frac 3, 4, frac 8, 9 are called rational numbers. Or the numbers which can be written in the form frac a or b, where a and b are integers and b എന്ന 0 are called rational numbers. അല്ലെങ്കിൽ frac a or b എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളെ എയും ബിയും പൂർണ്ണാംഗങ്ങളും ബി 0 അല്ലാത്തതുമായിരിക്കണം ഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കുന്നു. Irrational numbers, അഭിന്നക സംഖ്യകൾ. The numbers which cannot be written in the form of frac pq are known as irrational numbers, where p and q are integers and q നെ 0. ഫ്രാക് പി ക്യൂ എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളെയാണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. പിയും ക്യൂവും പൂർണ്ണാംഗങ്ങളും ക്യൂ 0 അല്ലാത്തതുമായിരിക്കണം. റിയൽ നമ്പേഴ്സ്, യഥാർത്ഥ സംഖ്യകൾ. റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ബോത്ത് റാഷണൽ ആസ് വെൽ ആസ് ഇർറാഷണൽ നമ്പേഴ്സ്. യഥാർത്ഥ സംഖ്യകളിൽ ഭിന്നക സംഖ്യകളും അഭിന്നക സംഖ്യകളും ഉൾപ്പെടുന്നു.
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റൂൾസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഘൂകരണ നിയമങ്ങളെക്കുറിച്ചാണ്. ദിസ് ടോപ്പിക് ഇസ് ബേസ്ഡ് ഓൺ ദ ഫേമസ് റൂൾ VBOD-MAS. ഈ വിഷയം VBOD-MAS എന്ന പ്രസിദ്ധമായ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. റൂൾസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ, ലഘൂകരണ നിയമങ്ങൾ. റിമൂവിംഗ് വിൻകുലം ബാർ ഒഴിവാക്കൽ. ഇൻ സിംപ്ലിഫൈയിങ് ആൻ എക്സ്പ്രഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ വിൻകുലം ഓർ ബാർ മസ്റ്റ് ബി റിമൂവ്ഡ്. ഒരു ഗണിതക്രിയ ലഘൂകരിക്കുമ്പോൾ ഒന്നാമതായി വിൻകുലം അഥവാ ബാർ ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ, വി നോ ദാറ്റ് 8 മുതൽ 10 വരെ സമം -18. ഉദാഹരണത്തിന് 8 മുതൽ 10 വരെ സമം -18 എന്ന് നമുക്കറിയാം. ബട്ട് ഓവർലൈൻ -8 10 സമം -2 സമം 2. എന്നാൽ ഓവർലൈൻ -8 10 സമം -2 സമം 2 ആണ്. ഡു റിമൂവിംഗ് ബ്രാക്കറ്റ്സ്, ബ്രാക്കറ്റുകൾ ഒഴിവാക്കൽ. After removing the bar, the brackets must be removed strictly in the order fourths and bar ഒഴിവാക്കിയ ശേഷം ബ്രാക്കറ്റുകൾ ഫോർത്സ് എന്നിവ കൃത്യമായ ക്രമത്തിൽ ഒഴിവാക്കണം. ഡ്യൂ ഓപ്പറേഷൻസ് ഓർഡർ, ഗണിതക്രിയകളുടെ ക്രമം. After removing the brackets, we must use the following operations strictly in the order given below. ബ്രാക്കറ്റുകൾ ഒഴിവാക്കിയ ശേഷം താഴെ നൽകിയിട്ടുള്ള ക്രമത്തിൽ തന്നെ ഗണിതക്രിയകൾ ഉപയോഗിക്കണം. A division, C multiplication, D addition and E subtraction. A ഹരണം, C ഗുണനം, D സങ്കലനം കൂട്ടൽ, E വ്യവകലനം കുറയ്ക്കൽ. നോട്ട്, the rule is also known as the rule of VBOD-MAS. ശ്രദ്ധിക്കുക, ഈ നിയമം VBOD-MAS എന്ന പേരിലും അറിയപ്പെടുന്നു. VBOD-MAS stand for vinculum, brackets of division, multiplication, addition and subtraction respectively. VBOD-MAS എന്നിവ യഥാക്രമം വിൻകുലം, ബ്രാക്കറ്റുകൾ, ഓഫ്, ഡിവിഷൻ ഹരണം, മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, അഡീഷൻ സങ്കലനം, സബ്ട്രാക്ഷൻ വ്യവകലനം എന്നിവയെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഉദാഹരണം. എക്സാമ്പിൾ, സിംപ്ലിഫൈ ലഘൂകരിക്കുക. സൊല്യൂഷൻ, പരിഹാരം. 1 plus frac 37 of 6 plus 8 times 3 minus 2 plus left frac 1 5 plus frac 7 25 minus left frac 3 8 plus frac 8 14 right equals 1 plus frac 37 of 6 plus 8 times 1 plus left frac 1 5 plus frac 7 25 minus 1 right equals 1 plus frac 37 of 6 plus 8 plus left frac 1 5 times frac 25 1 minus 1 right equals 1 plus frac 37 of 14 plus left 5 minus 1 right equals 1 plus 6 plus left frac 2 7 right. സമം frac 16 പ്ലസ് ഫ്രാക് 27 ഫ്രാക് 12 42 സമം ഫ്രാക് -5 42. അവസാനം. So by strictly following the VBOD-MAS rule, we can simplify any complex mathematical expression. അതുകൊണ്ട് VBOD-MAS നിയമം കൃത്യമായി പാലിക്കുന്നതിലൂടെ ഏത് സങ്കീർണമായ ഗണിതക്രിയയും നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. Next we are going to discuss the ascending or descending order in rational numbers. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്നക സംഖ്യകളിലെ ആരോഹണക്രമം, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ അവരോഹണക്രമം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ്. റൂൾ 1, നിയമം 1. Rule 1. When the numerator and the denominator of the fractions increase by a constant value, the last fraction is the biggest. നിയമം 1. ഭിന്നസംഖ്യകളുടെ അംശവും ഛേദവും ഒരേ സ്ഥിരമായ മൂല്യം കൊണ്ട് വർദ്ധിക്കുമ്പോൾ അവസാനത്തെ ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും വലുത്. എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ്? ഉദാഹരണം, താഴെ പറയുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ്? സൊല്യൂഷൻ, പരിഹാരം. We see that the numerators as well as denominators of the above fraction increase by 1. മുകളിൽ നൽകിയിട്ടുള്ള ഭിന്നസംഖ്യകളുടെ അംശങ്ങളും ഛേദങ്ങളും 1 വീതം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. So the last fraction, i.e. frac 5 is the greatest fraction. അതുകൊണ്ട് അവസാനത്തെ ഭിന്നസംഖ്യയായ frac 5 ആണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. റൂൾ 2, നിയമം 2. Rule 2. The fraction whose numerator after cross multiplication given the greater value is greater. നിയമം 2. ഛേദങ്ങളെ പരസ്പരം ഗുണിക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണോ വലിയ മൂല്യം നൽകുന്നത് അതാണ് വലിയ ഭിന്നസംഖ്യ. എക്സാമ്പിൾ, വിച്ച് ഈസ് ഗ്രേറ്റർ ഫ്രാക് 5 8 ഓർ ഫ്രാക് 9 14? ഉദാഹരണം, ഇതിൽ ഏതാണ് വലുത്, ഫ്രാക് 5 8 ആണോ അതോ ഫ്രാക് 9 14 ആണോ? സൊല്യൂഷൻ, പരിഹാരം.
Students generally solve these questions by changing the fractions into decimal values or by equating the denominators. സാധാരണയായി വിദ്യാർത്ഥികൾ ഈ ചോദ്യങ്ങൾ ഭിന്നസംഖ്യകളെ ദശാംശ മൂല്യങ്ങളാക്കി മാറ്റിയോ അല്ലെങ്കിൽ ഛേദങ്ങളെ തുല്യമാക്കിയോ ആണ് പരിഹരിക്കുന്നത്. But we suggest you a better method for getting the answer more quickly. എന്നാൽ ഉത്തരം വേഗത്തിൽ ലഭിക്കുന്നതിന് ഞങ്ങൾ നിങ്ങൾക്കൊരു മികച്ച രീതി നിർദ്ദേശിക്കുന്നു. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതി വിശദീകരിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റേഴ്സ് ആൻഡ് ഡിനോമിനേറ്റേഴ്സ്. അംശങ്ങളെയും ഛേദങ്ങളെയും പരസ്പരം ഗുണിക്കുക. കമ്പയർ 5 ടൈംസ് 14 ആൻഡ് 9 ടൈംസ് 8. 5 ടൈംസ് 14ഉം 9 ടൈംസ് 8ഉം താരതമ്യം ചെയ്യുക. 5 ടൈംസ് 14 ഈക്വൽസ് 70. 9 ടൈംസ് 8 ഈക്വൽസ് 72. Since 72, which corresponds to frac 9 14, is greater than 70, which corresponds to frac 5 8, frac 9 14 is the greater fraction. 72 ഇത് ഫ്രാക് 9 14 തുല്യമാണ്. 70നേക്കാൾ വലുതായതിനാൽ ഫ്രാക് 9 14 ആണ് വലിയ ഭിന്നസംഖ്യ. അവസാനം, These two rules will help you quickly compare fractions in your CTET exam. ഈ രണ്ട് നിയമങ്ങൾ നിങ്ങളുടെ CTET പരീക്ഷയിൽ ഭിന്നസംഖ്യകളെ വേഗത്തിൽ താരതമ്യം ചെയ്യാൻ സഹായിക്കും. Next, we are going to discuss more examples on the ascending or descending order in rational numbers. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്നക സംഖ്യകളിലെ ആരോഹണ ക്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ ഉദാഹരണങ്ങളാണ്. റൂൾ 2 മോർ എക്സാമ്പിൾസ്. നിയമം 2 കൂടുതൽ ഉദാഹരണങ്ങൾ. We already discussed rule 2. The fraction whose numerator after cross multiplication gives the greater value is greater. രണ്ട് ഭിന്നക സംഖ്യകൾ താരതമ്യം ചെയ്യുമ്പോൾ ഛേദങ്ങളെ പരസ്പരം ഗുണിക്കുമ്പോൾ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണോ വലിയ മൂല്യം നൽകുന്നത് അതാണ് വലിയ ഭിന്നസംഖ്യ എന്ന നിയമം 2 നമ്മൾ ചർച്ച ചെയ്തു. എക്സാമ്പിൾ, വിച്ച് ഈസ് ഗ്രേറ്റർ ഫ്രാക് 4 15 ഓർ ഫ്രാക് 6 23. ഉദാഹരണം, ഇതിൽ ഏതാണ് വലുത് ഫ്രാക് 4 15 ആണോ അതോ ഫ്രാക് 6 23 ആണോ? സൊല്യൂഷൻ, പരിഹാരം. സ്റ്റെപ്പ് I, ക്രോസ് മൾട്ടിപ്ലൈ ദ 2 ഗിവൻ ഫ്രാക്ഷൻസ്. സ്റ്റെപ്പ് I നൽകിയിട്ടുള്ള രണ്ട് ഭിന്നസംഖ്യകളെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി കമ്പയർ 4 ടൈംസ് 23 ആൻഡ് 15 ടൈംസ് 6. നാം 4 ടൈംസ് 23ഉം 15 ടൈംസ് 6ഉം താരതമ്യം ചെയ്യുന്നു. 4 ടൈംസ് 23 സമം 92 ആൻഡ് 15 ടൈംസ് 6 സമം 90. 4 ടൈംസ് 23 സമം 92ഉം 15 ടൈംസ് 6 സമം 90ഉമാണ്. Step 2. As 92 is greater than 90 and the numerator involved with the greater value is 4, the fraction frac 4 15 is greater of the two. സ്റ്റെപ്പ് 2. 92 എന്നത് 90നേക്കാൾ വലുതായതിനാൽ വലിയ മൂല്യവുമായി ബന്ധപ്പെട്ട അംശം 4 ആയതുകൊണ്ട് ഫ്രാക് 4 15 ആണ് ഈ രണ്ടെണ്ണത്തിൽ വലുത്. യു ക്യാൻ സീ ഹൗ ക്വിക്ലി ദിസ് മെത്തഡ് വർക്ക്സ്. ഈ രീതി എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. After good practice, you won't need to calculate before answering the question. നല്ല പരിശീലനത്തിന് ശേഷം ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കണക്കുകൂട്ടേണ്ട ആവശ്യമില്ല. Arranging fractions in order. ഭിന്നസംഖ്യകളെ ക്രമീകരിക്കൽ. The arrangement of fractions into the ascending or descending order becomes easier now. ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ക്രമീകരിക്കുന്നത് ഇപ്പോൾ എളുപ്പമാകും. Choose 2 fractions at a time. See which one is greater. This way you may get a quick arrangement of fractions. ഒരേ സമയം 2 ഭിന്നസംഖ്യകൾ തിരഞ്ഞെടുക്കുക. അതിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്തുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളെ വേഗത്തിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞേക്കും. Note: Sometimes when the values are smaller, i.e. less than 10, the conventional method, i.e. changing the values into decimals or equating the denominators after getting LCM, will prove more convenient for some of you. ശ്രദ്ധിക്കുക, ചിലപ്പോൾ സംഖ്യകളുടെ മൂല്യം ചെറുതാണെങ്കിൽ, അതായത് 10ൽ താഴെ, പരമ്പരാഗത രീതിയായ LCM എടുത്ത ശേഷം ഛേദങ്ങളെ തുല്യമാക്കുകയോ അല്ലെങ്കിൽ മൂല്യങ്ങളെ ദശാംശങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്നത് ചിലർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. എക്സാമ്പിൾ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ. ഉദാഹരണം, താഴെ പറയുന്നവയെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക. അവസാനം, by applying these comparison techniques repeatedly, you can successfully arrange any set of rational numbers. ഈ താരതമ്യ വിദ്യകൾ ആവർത്തിച്ചുപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏതു കൂട്ടം ഭിന്നക സംഖ്യകളെയും വിജയകരമായി ക്രമീകരിക്കാൻ കഴിയും. Next, we are going to discuss the solution for arranging fractions in ascending order. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുന്നതിനുള്ള പരിഹാരമാണ്. Recall the question from the last session. Arrange the following in ascending order. കഴിഞ്ഞ സെഷനിലെ ചോദ്യം ഓർമ്മിക്കുക. താഴെ പറയുന്നവയെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക. സൊല്യൂഷൻ, മെത്തേഡ് I. പരിഹാരം, രീതി 1 LCM ഉപയോഗിച്ച്.
The LCM of 7, 5, 9, 2, 3 is 630. 7, 5, 9, 2, 3 എന്നീ ഛേദങ്ങളുടെ ലഘുതമ സാധാരണ ഗുണിതം LCM 630 ആണ്. Now to equate the denominators, we divide the LCM by the denominators and multiply the quotient by the respectively numerators. ഇനി ഛേദങ്ങളെ തുല്യമാക്കുന്നതിനായി നമ്മൾ LCMനെ ഛേദങ്ങൾ കൊണ്ട് ഹരിക്കുകയും ആ ഹരണഫലത്തെ അതത് അംശങ്ങൾ കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു. Like for frac 3 630 divided by 7 is 90. So multiply 3 by 90. ഫ്രാക് 37 എന്ന ഭിന്നസംഖ്യയിൽ 630നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 90 കിട്ടുന്നു. അതിനാൽ 3നെ 90 കൊണ്ട് ഗുണിക്കുക. Thus, the fractions change to, അതുകൊണ്ട് ഭിന്നസംഖ്യകൾ ഇങ്ങനെ മാറുന്നു. The fraction which has larger numerator is naturally larger. വലിയ അംശമുള്ള ഭിന്നസംഖ്യ സ്വാഭാവികമായും വലുതായിരിക്കും. So the ascending order is, അതുകൊണ്ട് ആരോഹണക്രമം ഇതാണ്. Or the original fractions in ascending order are, അല്ലെങ്കിൽ യഥാർത്ഥ ഭിന്നസംഖ്യകളുടെ ആരോഹണക്രമം ഇതാണ്. Solution, മെത്തഡ് 2, പരിഹാരം, രീതി 2 ദശാംശ രൂപത്തിലേക്ക് മാറ്റൽ. മെത്തഡ് 2, ചേഞ്ച് ദ ഫ്രാക്ഷൻസ് ഇൻ ടു ഡെസിമൽസ്. രീതി 2, ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ക്ലിയർലി, വ്യക്തമായി. സോ ദി ഒറിജിനൽ ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ ആർ, അതുകൊണ്ട് യഥാർത്ഥ ഭിന്നസംഖ്യകളുടെ ആരോഹണക്രമം ഇതാണ്. സൊല്യൂഷൻ, മെത്തഡ് 3, പരിഹാരം, രീതി 3, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിയമം. മെത്തഡ് 3, റൂൾ ഓഫ് CM, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. രീതി 3, CM ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിയമം. Step I, take the first two fractions. Find the greater one by the rule of CM. Step I, ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുക്കുക. CM നിയമം ഉപയോഗിച്ച് വലുതേതെന്ന് കണ്ടെത്തുക. Compare frac 3 7 and frac 4 5. ഫ്രാക് 3 7 ഫ്രാക് 4 5 താരതമ്യം ചെയ്യുക. 3 times 5 സമം 15 and 8 times 4 സമം 28. 3 times 5 സമം 15 8 times 4 സമം 28 Since 28 is greater than 15, frac 4 5 is greater than frac 3 7. 28 15നേക്കാൾ വലുതായതിനാൽ ഫ്രാക് 4 5 എന്നത് ഫ്രാക് 3 7നേക്കാൾ വലുതാണ്. By repeating this process, we can find the complete order. ഈ പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായ ക്രമം കണ്ടെത്താൻ കഴിയും. അവസാനം, you now have 3 different powerful methods to arrange fractions: the LCM method, the decimal method, and the cross multiplication method. Choose the one that is fastest for you. ഭിന്നസംഖ്യകളെ ക്രമീകരിക്കുന്നതിന് നിങ്ങൾക്കിപ്പോൾ 3 ശക്തമായ രീതികൾ അറിയാം: LCM രീതി, ദശാംശ രീതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതി. നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതി തിരഞ്ഞെടുക്കുക. Next, we are going to discuss the final steps of arranging fractions using the cross multiplication CM rule. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ CM നിയമം ഉപയോഗിച്ച് ഭിന്നസംഖ്യകളെ ക്രമീകരിക്കുന്നതിലെ അവസാന ഘട്ടങ്ങളാണ്. Recall the fractions we needed to arrange in ascending order. ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കേണ്ട ഭിന്നസംഖ്യകൾ ഓർമ്മിക്കുക. Solution, മെത്തേഡ് 3, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിയമം. Step I, take the first 2 fractions. Find the greater one by the rule of CM. Step I, ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുക്കുക. CM നിയമം ഉപയോഗിച്ച് വലുതേതെന്ന് കണ്ടെത്തുക. Compare frac 3 7 and frac 4 5. ഫ്രാക് 3 7 ഫ്രാക് 4 5 താരതമ്യം ചെയ്യുക. 3 times 5 സമം 15 and 8 times 4 സമം 28. 3 times 5 സമം 15 8 times 4 സമം 28 Since 28 is greater than 15, frac 4 5 is greater than frac 3 7. 28 15നേക്കാൾ വലുതായതിനാൽ ഫ്രാക് 4 5 എന്നത് ഫ്രാക് 3 7നേക്കാൾ വലുതാണ്. Step 2, take the third fraction. Apply CM with the third fraction and the larger value obtained in step I. Step 2, മൂന്നാമത്തെ ഭിന്നസംഖ്യ എടുക്കുക. ആദ്യ ഘട്ടത്തിൽ ലഭിച്ച വലിയ മൂല്യവും മൂന്നാമത്തെ ഭിന്നസംഖ്യയുമായി CM നിയമം ഉപയോഗിക്കുക. Compare frac 4 5 and frac 7 9. ഫ്രാക് 4 5 ഫ്രാക് 7 9 താരതമ്യം ചെയ്യുക. 4 times 9 സമം 36 and 5 times 7 സമം 35. 4 times 9 സമം 36 5 times 7 സമം 35 Since 36 is greater than 35, frac 4 5 is greater than frac 7 9. 36 35നേക്കാൾ വലുതായതിനാൽ ഫ്രാക് 4 5 എന്നത് ഫ്രാക് 7 9നേക്കാൾ വലുതാണ്. Now we see that frac 7 9 can lie after frac 3 7 or between frac 4 5 and frac 3 7. ഇപ്പോൾ നമുക്ക് കാണാം, ഫ്രാക് 7 9 എന്നത് ഫ്രാക് 3 7 ശേഷമോ അല്ലെങ്കിൽ ഫ്രാക് 4 5 ഫ്രാക് 3 7 ഇടയിലോ ആകാം.
Therefore, we apply CM with frac 79 and frac 37 and see that frac 79 കൂടുതൽ frac 37. അതുകൊണ്ട് നമ്മൾ ഫ്രാക് 79 ഫ്രാക് 37 ഉപയോഗിച്ച് CM നിയമം പ്രയോഗിക്കുകയും ഫ്രാക് 79 കൂടുതൽ ഫ്രാക് 37 എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് 3. ടേക്ക് ദ നെക്സ്റ്റ് ഫ്രാക്ഷൻ. Apply CM with frac 79 and frac 12 and see that frac 79 കൂടുതൽ frac 12. Next we apply CM with frac 37 and frac 12 and see that frac 37 കുറവ് frac 12. സ്റ്റെപ്പ് 3. അടുത്ത ഭിന്നസംഖ്യ എടുക്കുക. ഫ്രാക് 79 ഫ്രാക് 12 ഉപയോഗിച്ച് CM നിയമം പ്രയോഗിക്കുമ്പോൾ ഫ്രാക് 79 കൂടുതൽ ഫ്രാക് 12 എന്ന് കാണുന്നു. തുടർന്ന് ഫ്രാക് 37 ഫ്രാക് 12 ഉപയോഗിച്ച് CM നിയമം പ്രയോഗിക്കുമ്പോൾ ഫ്രാക് 37 കുറവ് ഫ്രാക് 12 എന്ന് കാണുന്നു. Therefore, അതുകൊണ്ട് Step IV. With similar applications, we get the final result as Step IV. സമാനമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അന്തിമ ഫലം ഇങ്ങനെ ലഭിക്കുന്നു. The ascending order is the reverse. ആരോഹണക്രമം ഇതിന്റെ വിപരീതമാണ്. Note on CM rule. CM നിയമത്തെക്കുറിച്ചുള്ള കുറിപ്പ്. Note, this rule has some disadvantages also. But if you act fast, it gives faster results. Don't reject this method at once. This can prove to be the better method for you. ശ്രദ്ധിക്കുക, ഈ നിയമത്തിന് ചില പോരായ്മകളുമുണ്ട്. എന്നാൽ നിങ്ങൾ വേഗത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് വേഗത്തിൽ ഫലം നൽകുന്നു. ഈ രീതി പെട്ടെന്ന് ഉപേക്ഷിക്കരുത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയായി തെളിഞ്ഞേക്കാം. അവസാനം. That concludes the topic of arranging rational numbers in ascending and descending order. ഇതോടെ ഭിന്നക സംഖ്യകളെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുന്ന വിഷയം അവസാനിക്കുന്നു. സംഗ്രഹം. CTET ഫോക്കസ്. സംഖ്യാസമ്പ്രദായം നമ്പർ സിസ്റ്റം എന്നത് അംഗഗണിതത്തിലെ അടിസ്ഥാനപരമായ വിഷയമാണ്. സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ഇത് പ്രധാനമായും പഠിക്കുന്നത്. 1. സംഖ്യകളുടെ തരംതിരിവ്. ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. അക്കങ്ങളും സംഖ്യകളും. ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. സംഖ്യകളെ പ്രകടിപ്പിക്കാൻ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ അക്കങ്ങൾ ഉപയോഗിക്കുന്നു. 0. പൂജ്യവും ഒരു അക്കമാണ്. 0 പ്രാധാന്യമില്ലാത്ത അക്കം ഇൻസിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്നും മറ്റുള്ളവയെ പ്രാധാന്യമുള്ള അക്കങ്ങൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്നും വിളിക്കുന്നു. എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് -n. വസ്തുക്കൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. n സമം 1, 2, 3, 4 ഡോട്ട്സ്. പൂർണ്ണസംഖ്യകൾ. ഹോൾ നമ്പേഴ്സ്. w എണ്ണൽ സംഖ്യകളിൽ 0 കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് പൂർണ്ണസംഖ്യകളാകുന്നു. w സമം 0, 1, 2, 3, 4, 5 ഡോട്ട്സ്. പ്രധാന സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ. പ്രൈം നമ്പേഴ്സ്. 1 അല്ലാത്തൊരു സംഖ്യ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനെ പ്രധാന സംഖ്യ എന്ന് വിളിക്കുന്നു. ഉദാഹരണം 2, 3, 5, 7, 11. സംയുക്ത സംഖ്യകൾ. കമ്പോസിറ്റ് നമ്പേഴ്സ്. 1 അല്ലാത്തതും പ്രധാന സംഖ്യ അല്ലാത്തതുമായ ഒരു സംഖ്യയെ സംയുക്ത സംഖ്യ എന്ന് വിളിക്കുന്നു. ഉദാഹരണം 4, 6, 8, 9. ഇരട്ട സംഖ്യകൾ. ഈവൻ നമ്പേഴ്സ്. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ. ഇവ 2 n എന്ന രൂപത്തിലായിരിക്കും. ഹാഫ് n പൂർണ്ണസംഖ്യയായിരിക്കും. ഉദാഹരണം 2, 4, 6. ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ്. 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. ഉദാഹരണം 3, 9, 11. പൂർണ്ണാങ്കങ്ങൾ. ഇൻറ്റീജേഴ്സ് -i. പൂർണ്ണസംഖ്യകളും ഋണസംഖ്യകളും ഉൾപ്പെടുന്ന സംഖ്യാഗണമാണിത്. i സമം ഡോട്ട്സ്. -2, -1, 0, 1, 2 ഡോട്ട്സ്. ഭിന്നക സംഖ്യകൾ. റാഷണൽ നമ്പേഴ്സ്. q ഫ്രാക് ab എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകൾ. ഇവിടെ എയും ബിയും പൂർണ്ണാങ്കങ്ങളും bn 0 ഉദാഹരണം ഫ്രാക് 1, 2, ഫ്രാക് 3, 4. അഭിന്നക സംഖ്യകൾ. ഇറാഷണൽ നമ്പേഴ്സ്. ഫ്രാക് ab q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകൾ. യഥാർത്ഥ സംഖ്യകൾ. റിയൽ നമ്പേഴ്സ്. ഭിന്നക സംഖ്യകളും അഭിന്നക സംഖ്യകളും ഉൾപ്പെടുന്ന സംഖ്യകളാണ്. 2. പ്രധാന സംഖ്യ പരിശോധന. പ്രൈം നമ്പർ ടെസ്റ്റ്. ഒരു സംഖ്യ പ്രധാന സംഖ്യയാണോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയുടെ ഏകദേശ വർഗ്ഗമൂലത്തേക്കാൾ x ചെറിയ എല്ലാ പ്രധാന സംഖ്യകൾ കൊണ്ടും ഹരിച്ചു നോക്കുക. ആ സംഖ്യയെ അവയിൽ ഒന്നുകൊണ്ടും ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രധാന സംഖ്യയാണ്. ഉദാഹരണം 349 ഒരു പ്രധാന സംഖ്യയാണ്. 3. ലഘൂകരണ നിയമങ്ങൾ. റൂൾസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ. ഗണിതക്രിയകൾ ലഘൂകരിക്കാൻ VBOD MAS നിയമം കൃത്യമായി പാലിക്കണം. v - വിൻകുലം ബാർ ആദ്യം ഒഴിവാക്കണം. b - ബ്രാക്കറ്റുകൾ ആൻ, കോമ, ആൻഡ്, ജഷി ഈ ക്രമത്തിൽ ഒഴിവാക്കണം.
ഒ മൈനസ് ഓഫ്, ഡി മൈനസ് ഡിവിഷൻ ഹരണം, എം മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, എ മൈനസ് അഡീഷൻ സങ്കലനം, എസ് മൈനസ് സബ്ട്രാക്ഷൻ വ്യവകലനം. 4. ഭിന്നക സംഖ്യകളിലെ ക്രമീകരണം അറേഞ്ചിങ് റാഷണൽ നമ്പേഴ്സ്. ഭിന്നക സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അസെൻഡിംഗ് ഓർഡർ, അവരോഹണ ക്രമത്തിലോ ഡിസെൻഡിംഗ് ഓർഡർ ക്രമീകരിക്കാൻ 3 പ്രധാന രീതികൾ ഉപയോഗിക്കാം. നിയമം 1. സ്ഥിരമായ വർധന. ഭിന്നസംഖ്യകളുടെ അംശവും ഛേദവും ഒരേ സ്ഥിരമായ മൂല്യം കൊണ്ട് വർദ്ധിക്കുമ്പോൾ അവസാനത്തെ ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും വലുത്. ഉദാഹരണം ഫ്രാക് 3 4, ഫ്രാക് 4 5, ഫ്രാക് 5 6 എന്നിവയിൽ വലുത് ഫ്രാക് 5 6 ആണ്. നിയമം 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് EM. 2 ഭിന്നസംഖ്യകൾ താരതമ്യം ചെയ്യുമ്പോൾ ഛേദങ്ങളെ പരസ്പരം ഗുണിക്കുമ്പോൾ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണോ വലിയ മൂല്യം നൽകുന്നത് അതാണ് വലിയ ഭിന്നസംഖ്യ. ഈ രീതി താരതമ്യേന വേഗത്തിൽ ഉത്തരം നൽകുന്നു. ഒരേ സമയം 2 ഭിന്നസംഖ്യകൾ താരതമ്യം ചെയ്ത് അവയുടെ ക്രമം കണ്ടെത്താൻ ഈ രീതി ഉപയോഗിക്കാം. LCM അല്ലെങ്കിൽ ദശാംശം കൺവെൻഷണൽ മെത്തേഡ്സ്. ഛേദങ്ങളുടെ LCM എടുത്ത് തുല്യമാക്കിയ ശേഷം അംശങ്ങൾ താരതമ്യം ചെയ്യുക. ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയ ശേഷം താരതമ്യം ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ മൂല്യങ്ങൾ ചെറുതാണെങ്കിൽ e.g. 10-ൽ താഴെ ഈ പരമ്പരാഗത രീതികൾ കൂടുതൽ സൗകര്യപ്രദമാവാം. ഈ സംഗ്രഹം CT